തൃശൂർ എരുമപ്പെട്ടിയിൽ വീടിന്റെ തറയ്ക്കുള്ളിൽ സിമന്റ് ഇട്ടുറപ്പിച്ച നിലയിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ് കേരള പോലീസ്. എരുമപ്പെട്ടിയിലെ ഈ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് വീട് പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി ഉടമകൾ തറ പൊളിച്ചത്. പായയിൽ പൊതിഞ്ഞ കുഴിച്ചിട്ട ശേഷം അതിനു മുകളിൽ സിമന്റ് ഇട്ട് ഉറപ്പിച്ച നിലയിലായിരുന്നു അസ്ഥികൂടം. ഉടൻ തന്നെ പോലീസിന് വിവരമറിയിച്ചു. ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അസ്ഥികൂടത്തിന് 8 വർഷത്തോളം പഴക്കമുണ്ട് എന്നും ഏകദേശം 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടേതാണ് ഇതെന്നുമാണ് വ്യക്തമായത്. തലയോട്ടിയിലേറ്റ ശക്തമായ മുറിവ് ഇത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്നവരിലേക്കാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 6 കുടുംബങ്ങളാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതിഥി തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ മിക്കവരെയും പോലീസ് ബന്ധപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അന്വേഷണം വഴിത്തിരിവിലെത്തിയത് കുന്നംകുളം സ്വദേശിയായ ഒരു മരംവെട്ട് തൊഴിലാളിയുടെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ്. ഇയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 3 വിവാഹം കഴിച്ച ഇയാളുടെ ഭാര്യമാരിൽ ആരെങ്കിലും ആണോ കൊല്ലപ്പെട്ടതെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. കൊല്ലപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയുക എന്നതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കാണാതായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചും ഇയാളുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീടിന്റെ തറ മാറ്റം തുടങ്ങിയപ്പോഴാണ് മണ്ണിൽ അസ്വാഭാവികത എന്തോ കണ്ടത്. ആദ്യം അത് പഴയ അവശിഷ്ടങ്ങളാണെന്ന് കരുതിയെങ്കിലും പരിശോധിച്ചപ്പോഴാണ് ഒരു മനുഷ്യന്റെ തലയോട്ടിയും എല്ലുകളും തെളിഞ്ഞു വന്നത്. പായയിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ അസ്ഥികൂടം. അതിനു മുകളിൽ സിമന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നു. കൊലപാതകി തെളിവുകൾ നശിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിവരമറിഞ്ഞ ഉടൻ തന്നെ എരുമപ്പെട്ടി പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തേക്കെത്തി. പ്രാഥമിക പരിശോധനയിൽ തന്നെ അതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണെന്ന് അവർ കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ. ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമായിരുന്നു. അസ്ഥികൂടത്തിന് 8 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഏറ്റവും ഞെട്ടിച്ചത് മാരകമായ ഏതോ ആയുധങ്ങളുടെ തലക്കേറ്റ അടിയാണെന്ന് മരണകാരണമായി മാറിയതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. 8 വർഷം മുൻപ് ആ സ്ത്രീ അവിടെ കൊല്ലപ്പെട്ടു. ആരാണ് ആ സ്ത്രീ? എന്തിനാണ് അവരെ കൊന്ന് സ്വന്തം വീടിന്റെ തറയ്ക്കടിയിൽ കുഴിച്ചിട്ടത്? 6 വ്യത്യസ്ത കുടുംബങ്ങൾ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ മുതൽ നാട്ടുകാർ വരെ ആ പട്ടികയിലുണ്ട്. മിക്കവരും തങ്ങൾ താമസിച്ച കാലത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നാണ് മൊഴി നൽകിയത്. ഈ കേസ് തെളിയിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഒന്നാമതായി, പ്രധാന സംശയ നിഴലിലുള്ള ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രണ്ടാമതായി, അസ്ഥികൂടം ലഭിച്ചത് 8 വർഷത്തിന് ശേഷമാണ്. DNA പരിശോധനയിലൂടെ മാത്രമേ കൊല്ലപ്പെട്ടത് ആരാണെന്ന് 100% ഉറപ്പിക്കുവാനും സാധിക്കും. സിമന്റ് പാളികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ 8 വർഷത്തിന് ശേഷം പുറത്തു വന്നിരിക്കുന്നു. മരിച്ച സ്ത്രീക്ക് നീതി ലഭിക്കുമോ? കൊലപാതകത്തിനെ സഹായിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? കേരള പോലീസിന്റെ അന്വേഷണം വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എരുമപ്പെട്ടിയിലെ ഈ വീടിപ്പോൾ വെറും ഒരു കെട്ടിടമല്ല, ഭയാനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒളിച്ചു വെക്കുന്ന എത്ര വലിയ രഹസ്യവും എന്തെങ്കിലും ഒരിക്കൽ പുറംലോകം അറിയുക തന്നെ ചെയ്യും.